JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അതിൽ തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. സ്റ്റേറ്റ് ടാക്സ് ഓഫീസർ, സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, കാറ്റഗറി നമ്പർ 123/2021. ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് നമ്മുടെ ലോയുടെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 25 ഇമ്പോർട്ടന്റ് സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In the interpretation of the statute, an important role is played by dash. അതായത് ഈ പ്രതിമയുടെ വ്യാഖ്യാനത്തിൽ ഡാഷ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്താണ്? ഓൾ ഓഫ് ദ എബവ്, അതായത് ഷെഡ്യൂൾ, പ്രിയാമ്പിൾ, ഹെഡിങ്. In the interpretation of the statute, an important role is played by schedule, preamble, heading, all of above. The interpretation of the statute, an important role is played by all of above. While constructing a provision in penal statute, if there appears to be a reasonable doubt or ambiguity, it shall be solved in favor of. അതായത് ന്യായമായതായി തോന്നുകയാണെങ്കിൽ ശിക്ഷാ നിയമത്തിൽ ഒരു വ്യവസ്ഥ നിർമ്മിക്കുമ്പോൾ സംശയമോ അവ്യക്തതയോ അനുകൂലമായി പരിഹരിക്കപ്പെടുമോ എന്നാണ് ചോദ്യം. ഏതാണ് ശരി ഉത്തരം? പേഴ്സൺ ഹൂ വുഡ് ബി ലയബിൾ ടു പെനാൽറ്റി. പേഴ്സൺ ഹൂ വുഡ് ബി ലയബിൾ ടു പെനാൽറ്റി. While constructing a provision in penal statute, if there appears to be a reasonable doubt or ambiguity, it shall be solved in favor of person who would be liable to penalty. Which of the following is internal aid for interpretation of statute? അതായത് ഇനി പറയുന്നതിൽ ഏതാണ് നിയമത്തിന്റെ വ്യാഖ്യാനത്തിനുള്ള ആന്തരിക സഹായം? ഏതാണ്? പ്രിയാമ്പിൾ. Which of the following is an internal aid for interpretation of statute? Preamble. The rules that means the express mention of one thing is the exclusion of other. അതായത് നിയമങ്ങൾ ഡാഷ് അർത്ഥമാക്കുന്നത് ഒരു കാര്യത്തിന്റെ വ്യക്തമായ പരാമർശം മറ്റൊന്നിനും ഒഴിവാക്കുന്നതാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? എക്സ്പ്രഷൻ, യൂണിയസ്, എക്സ്ക്ലൂസോ, ആൾട്രേസ്. എക്സ്പ്രസോ, യൂണിസ്, എക്സ്ക്ലൂസിയോ, ആൾട്രേസ്. The rule that means the express mention of one thing in the is the exclusion of other. Expressio, unius, exclusio, alterius. The internal aid in interpretation of statute includes. അതായത് നിയമത്തിന്റെ വ്യാഖ്യാനത്തിനുള്ള ആന്തരിക സഹായം ഉൾപ്പെടുന്നു. ഏതാണ്? all of above. അതായത് ടൈറ്റിൽ, പ്രിയാമ്പിൾ, മാർജിനൽ നോട്ട്സ്. ഇന്റേണൽ എയ്ഡ് ഇൻ interpretation of statute includes title, preamble, marginal notes, all of above. A statute has been defined as the dash. അതായത് ഒരു ചട്ടം ഡാഷ് ആയി നിർവചിച്ചിരിക്കുന്നു. എന്തായിട്ടാണ് നിർവചിച്ചിരിക്കുന്നത്? Will of the legislature. A statute has been defined as the will of the legislature. What is the doctrine of stare decisis? അതായത് ഈ ഉറ്റുനോക്കുന്ന തീരുമാനത്തിന്റെ സിദ്ധാന്തം എന്താണ്? The doctrine of precedent. The doctrine of precedent. What is case law? എന്താണ് case law? Law representing the decision of the courts. Law representing the decisions of the court. What is case law?
law representing the decisions of the courts. What is legislation? എന്താണ് നിയമനിർമ്മാണം? എന്താണ് നിയമനിർമ്മാണം? Legislation is law made by parliament. Legislation is law made by parliament. How many readings must a bill have in the House of Commons and the House of Lords before it receives റോയൽ അസന്റ്? അതായത് ഈ ഹൗസ് ഓഫ് കോമൺസിലും ഹൗസ് ഓഫ് ലോർഡ്സിലും ഒരു ബില്ലിന് എത്ര റീഡിങ്സ് ഉണ്ടായിരിക്കണം രാജിക സമ്മതം ലഭിക്കുന്നതിന് മുമ്പ്? 3 in each house. 3 in each house. What is the committee stage in the passage of a bill through the House of Commons? അതായത് സഭയിലൂടെ ഒരു ബില്ല് പാസ്സാക്കുന്നതിനുള്ള കമ്മിറ്റി ഘട്ടം എന്താണ്? കോമൺസ്. അതായത് a committee considering the provisions of the bill in details. What is the committee stage in the passage of a bill through the House of Commons? അതായത് സഭയിലൂടെ ഒരു ബില്ല് പാസ്സാക്കുന്നതിനുള്ള കമ്മിറ്റി ഘട്ടം എന്താണ്? കോമൺസ്. അതായത് a committee considering the provisions of the bill in details. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. How long can the House of Lords delay a bill except a money bill? ഹൗസ് ഓഫ് ലോർഡ്സിന് ഒരു ബില്ല് എത്രത്തോളം വൈകിപ്പിക്കാനാകും? എത്രത്തോളം വൈകിപ്പിക്കാനാകും? 1 year. How long can the House of Lords delay a bill except a money bill? 1 year. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ പബ്ലിക് ആക്ട്? അതായത് എന്താണ് ഒരു പൊതു നിയമം? വാട്ട് ഈസ് എ പബ്ലിക് ആക്ട്? ആൻ ആക്ട് അഫക്റ്റിംഗ് ദ ജനറൽ പബ്ലിക്. ആൻ ആക്ട് അഫക്റ്റിംഗ് ദ ജനറൽ പബ്ലിക്. വാട്ട് ഈസ് മെൻ ബൈ സ്റ്റാറ്റ്യൂട്ടറി ഇന്റർപ്രിട്ടേഷൻ? അതായത് നിയമപരമായ വ്യാഖ്യാനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് അർത്ഥമാക്കുന്നത്? The interpretation of a statute by the courts. The interpretation of a statute by the courts. What is meant by the purposive approach? അതായത് ഈ ഉദ്ദേശപരമായ സമീപനം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് അർത്ഥമാക്കുന്നത്? The judge must interpret the statute in the light of the purpose of its enactment. The judge must interpret the statute in the light of the purpose in its enactment. What is them is chief rule? അതായത് അവ എന്താണ്? പ്രധാന ഭരണം. എന്താണ്? And interpreting statutes, judges should look at the mischief which the act was passed to prevent. In interpreting statutes, judges should look at the mischief which the act was passed to prevent. What is the rule in Pepper V Hart? അതായത് Pepper V Hartലെ നിയമം എന്താണ്? എന്താണ്? Judges can refer to Hansard when interpreting statutes. Judges can refer to Hansard when interpreting statutes. What is delegated legislation? അതായത് എന്താണ് നിയുക്ത നിയമനിർമ്മാണം? എന്താണ്? Law made by a person or body to whom Parliament has delegated power. What is delegated legislation? Law made by a person or body to whom Parliament has delegated power. Which of these is a disadvantage of delegated legislation? അതായത് ഈ നിയുക്ത നിയമനിർമ്മാണത്തിന്റെ പോരായ്മ ഈ താഴത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? It raises issues of accountability. It raises issues of accountability.
A statute may be interpreted by judges by using different rules. Which of the following is not a rule of interpretation? അതായത് വ്യത്യസ്ത നിയമങ്ങൾ ഉപയോഗിച്ച് ഒരു ചട്ടം ജഡ്ജിമാർക്ക് വ്യാഖ്യാനിക്കാം. ഏതാണ് ഇനി പറയുന്നത് വ്യാഖ്യാനത്തിന്റെ നിയമമല്ലേ? ഏതാണ്? ജനറൽ റൂള്. ജനറൽ റൂള്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statement is a definition of the phrase ratio decidendi? അതായത് ഇനി പറയുന്നവയിൽ ഏതാണ് അനുപാതം തീരുമാനിക്കുക എന്ന പദത്തിന്റെ നിർവചനം? The legal reason for reaching a decision. The legal reason for reaching a decision. Option D ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following statement is correct? അതായത് താഴെ കൊടുത്തിരിക്കുന്ന ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? A principle of law set down in a case may be overruled by statute. A principle of law set down in a case may be overruled by statute. Option D ആണ് correct answer. Which of the following is the most accurate description of the golden rule of interpretation? അതായത് ഇനി പറയുന്നതിൽ ഏതാണ് സുവർണ നിയമത്തിന്റെ ഏറ്റവും കൃത്യമായ വിവരണം വ്യാഖ്യാനം? ഏതാണ്? Context must be understood properly. Context must be understood properly. Option E ആണ് correct answer. അടുത്ത ക്വസ്റ്റ്യൻ. Illustration. Hindustan Liver Employees Company Limited TOMCO and Hindustan Liver Limited where is in dispute. The employees of both Hindustan Liver Limited and TOMCO were concerned about the amalgamation. One of the grounds of the attack against the scheme was the absence of approval of the central government as required under S23 of the Monopolies and Restrictive Trade Practice Act 1969. That, however, was deleted in 1991. The Supreme Court started at it is significant to take into account the mischief that was sought to be cured through the amendment of the statute. Accordingly, the court held that once the said section has been deleted from the statute book, the requirement of prior approval of the central government cannot be brought back through the back door. The Supreme Court was applying what rule of interpretation? അതായത് ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ചിത്രീകരണം ഹിന്ദുസ്ഥാൻ ലിവർ എംബിൾസ് കമ്പനി ലിമിറ്റഡും ഹിന്ദുസ്ഥാൻ ലിമിറ്റഡും തർക്കത്തിലായിരുന്നു. ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡിന്റെയും ജീവനക്കാരുടെയും സംയോജനത്തെ കുറിച്ച് ടോം കോ ആശങ്കാകുലരാവുകയായിരുന്നു. നേരെയുള്ള ആക്രമണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്ന് ഈ പദ്ധതി പ്രകാരം ആവശ്യമായ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലായിരുന്നു. 1969 മോണോപോളീസ് ആൻഡ് സ്ട്രിക്റ്റീസ് ട്രേഡ് പ്രാക്ടീസ് ആക്ടിന്റെ S23 എന്നിരുന്നാലും അത് 1991 ഇല്ലാതാക്കി. സുപ്രീം കോടതി അത് കണക്കിലെടുത്തു വെക്കേണ്ടത് പ്രധാന നിയമഭേദഗതിയിലൂടെ പരിഹരിക്കാൻ ശ്രമിച്ച വ്യക്തി അതനുസരിച്ച് ചട്ടം പുസ്തകത്തിൽ നിന്ന് പ്രസ്തുത വകുപ്പ് നീക്കം ചെയ്തു കഴിഞ്ഞാൽ കോടതി പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്ന ആവശ്യം തിരികെ കൊണ്ടുവരാനാകില്ല. പിൻവാതിൽ ഏത് വ്യാഖ്യാന നിയമമാണ് സുപ്രീം കോടതി പ്രയോഗിക്കുന്നത്? ഏത് വ്യാഖ്യാന നിയമമാണ് സുപ്രീം കോടതി പ്രയോഗിക്കുന്നത്? ഏതാണ്? മിസ്ചീഫ് റൂള്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മിസ്ചീഫ് റൂള്. അടുത്ത ക്വസ്റ്റ്യൻ. തസ്തികകളിലേക്ക് അപേക്ഷ സംബന്ധിച്ച ഉദ്യോഗാർത്ഥികൾക്കുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. എക്സാം ക്രാക്കർ റാങ്ക് ഫയൽ ആയിട്ടാണ് തയ്യാറാക്കിയുള്ള എല്ലാ ടോപ്പിക്കും ഉൾപ്പെടെ തയ്യാറാക്കിയ റാങ്ക് ഫയലാണ്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥി ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. 350 രൂപയാണ് റാങ്ക് ഫയലിന് വില. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇനി നമുക്ക് പരീക്ഷയ്ക്ക് അധിക ദിവസങ്ങളില്ല. അതുകൊണ്ട് ഉടൻ തന്നെ റാങ്ക് ഫയൽ എല്ലാ ഉദ്യോഗാർത്ഥികളും മേടിക്കേണ്ടതാണ്. എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് തയ്യാറാക്കിയ എക്സാം ക്രാക്കർ റാങ്ക് ഫയലാണ്. അപ്പോൾ നിങ്ങൾക്കത് വളരെയധികം പ്രയോജനപ്പെടും. അതുകൊണ്ട് ഉടൻ തന്നെ റാങ്ക് ഫയൽ മേടിക്കേണ്ടതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അയച്ചു തന്നാൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. 350 രൂപയാണ് റാങ്ക് ഫയലിന് വില. അടുത്ത ക്വസ്റ്റ്യൻ. Illustration in the phrase horses, cattle, sheep, pigs, goats or any other farm animal, the general language or any other farm animal despite its seeming
breadth would probably he held to include only four-legged hoofed mammals typically found on farms and thus would exclude chickens. This is an example of which rule of interpretation. അതായത് ദൃഷ്ടാന്തം കുതിരകള്, കന്നുകാലികള്, ചെമ്മരിയാടുകള്, പന്നികള്, ആട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫാമിൽ മൃഗം, പൊതുവായ ഭാഷ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാർഷിക മൃഗം അതിന്റെ വീതി തോന്നിയാലും സാധാരണയായി കാണപ്പെടുന്ന 4 കാലുകളുള്ള കുളമ്പുകളുള്ള സസ്തനികൾ മാത്രമേ ഉൾപ്പെടുത്താനാവൂ ഫാമുകൾ. അങ്ങനെ കോഴികളെ ഒഴിവാക്കും. ഏത് നിയമമാണ് എന്ന ഉദാഹരണമാണിത്. വ്യാഖ്യാനം ഏതാണ്? ലിറ്ററൽ റൂൾ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. വിചാരിക്കുന്നു ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പരമാവധി എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കും. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.